ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. അതിനാവശ്യമായ സാധനങ്ങൾ 4 ഇടത്തരം ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ, ഒരു 1/4 കിലോ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചത്. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട്. പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ആവശ്യത്തിന്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാൻ സാധാ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മറ്റ് എണ്ണകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ കാണും, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് വഴറ്റിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പൊടിച്ചത് ചേർക്കാം. ചിക്കൻ ഞാൻ കൈകൊണ്ട് പൊടിച്ചെടുത്തതാണേ. അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ. എന്നിട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ചേക്കുന്ന കിഴങ്ങും ചേർക്കാം. പുഴുങ്ങി ആറിയതിന് ശേഷം മാത്രം കൈകൊണ്ട് ഉടയ്ക്കുക. നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് ചേർത്താൽ മതി. മിക്സിയിൽ ഇത് അടിക്കേണ്ട കാര്യമില്ല. കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം വാർന്ന് അത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൈകൊണ്ട് ഉടയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ കട്ട്ലറ്റ് ശരിയായിട്ടുള്ള ഷേപ്പിലും കിട്ടത്തില്ല. എണ്ണയിലിടുമ്പം അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം. തീ ഓഫ് ചെയ്ത് നമുക്ക് ഇത് ആറാൻ അനുവദിക്കാം. അതിനുശേഷം നമുക്ക് ഉരുളകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഉരുളയാക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ ഒന്ന് എണ്ണ തടവുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോ ഉരുളയാക്കി എടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. ഓരോ ഉരുളയും ഇങ്ങനെ എടുത്ത് ഷേപ്പാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 2 മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ കട്ട്ലറ്റ് ആ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പുരട്ടി എടുത്തിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഓരോന്നും അങ്ങനെ ചെയ്ത് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് കട്ട്ലറ്റ് ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കട്ട്ലറ്റ് വീതമാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ ഒത്തിരി തിരക്കി ഇട്ടാൽ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ പാത്രത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിത് തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളു വേകേണ്ട കാര്യമില്ല. ഉള്ളു ഓൾറെഡി വെന്തിരിക്കുവാണ്. നമുക്ക് പുറം ഭാഗം മുരിച്ച് എടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇവിടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റുവാണ്. മാറ്റിയ ശേഷം അടുത്ത ട്രിപ്പും ഇതേപോലെ 4 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാൻ അധികം സമയം ആവശ്യമില്ല. പുറത്ത് ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കട്ട്ലറ്റ് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്